എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ 156-ാമത്തെ എപ്പിസോഡിൽ എന്തുവാ ബുക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓട്ടോ സജഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സജഷനെ കുറിച്ചുള്ള പവർ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അതായത് ദ ട്രെമൻഡസ് പവർ ഓഫ് സജഷൻസ്. സജഷൻ എന്ന് വെച്ചാൽ എന്തുവാ? നിർദ്ദേശങ്ങൾ. അപ്പം ഈ നിർദ്ദേശം കൊടുക്കുന്നതിന് എങ്ങനെയൊക്കെയാണ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണം, അത് വാച്ച്മാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ആ ഉള്ളിൽ സബ് കോൺഷ്യസ് ലെവലിൽ പോകുന്നതിനെ കുറിച്ച് അതിന് ഭയങ്കര ആശങ്കയുണ്ട്. അതുകൊണ്ട് നല്ലത് മാത്രമേ അത് വിടത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ടാണ് അതിനെ വാച്ച്മാൻ എന്നൊക്കെ പറയുന്നത്, ഇതിനെ കോൺഷ്യസ് മൈൻഡിനെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓട്ടോ സജഷനെ കുറിച്ചും ഹെട്രോ സജഷനെ കുറിച്ചുമാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് ഡോക്ടർ ജോസഫ് മർഫി എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയും നേരത്തെ പറഞ്ഞ പോലെ ചെറുതാക്കുവാണ്. എന്താ വെച്ചാൽ പുറയിൽ ഒരുപാട് മെത്തേഡ്സ് ഡോക്ടർ മർഫി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ആവശ്യമുണ്ടെങ്കിൽ 1-2 പോയിൻറ്റ്സ് നോട്ട്സ് എഴുതി വയ്ക്കുക. ചാടിക്കേറി ഒരു മെത്തേഡും ചെയ്യണ്ട. നമുക്കിപ്പം ഒരുവിധം മനസ്സിലായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല പവറുള്ള സംഗതിയാണ്. അപ്പം ദൈവം എല്ലാം സാധിച്ചെടുക്കാനുള്ള ശക്തിയെ നമുക്ക് തന്നാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പം അത്രയും നമുക്ക് ബോധ്യമായി. പിന്നെ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് നമ്മൾ പ്രയോജനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർ ജോസഫ് മർഫി ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട് വരുന്ന ചാപ്റ്ററിലൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാം റെഗുലറായിട്ട് കേൾക്കുക. എല്ലാം കേട്ടിട്ട് പിന്നെ നമുക്ക് ഒരു ഡിസിഷന് വരാം. നമ്മൾ ആ മെത്തേഡ്സൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യാം, എന്തിനൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് തന്നെ നല്ല ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ ഓട്ടോ സജഷൻ. സി ഹൗ ഓട്ടോ സജഷൻ ബാനിഷസ് ഫിയർ, അതാണ് മെയിനായിട്ട് തന്നിരിക്കുന്നത്. സി ഓട്ടോ സജഷൻ എന്ന് വെച്ചാൽ എന്തുവാ? സ്വയമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുക്കുക. അതായത് ആത്മനിർദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഞാനേ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ശരി, രാവിലെ ഇത് ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പം നാളെ രാവിലെ, അതുകൊണ്ടാണ് നമ്മൾ രാവിലെ നേരത്തെ എണ്ണിച്ചില്ല, ഞാൻ രാവിലെ നേരത്തെ എണ്ണിച്ചില്ല, അതുകൊണ്ടാണ് ഇന്ന് ഓഫീസിൽ പോകാൻ ലേറ്റായത്. അപ്പം നാളെ കുറച്ചുകൂടെ നേരത്തെ അലാറം വെക്കണം. അതൊരു ഓട്ടോ സജഷനാണ്. ഞാൻ വേറെ ആരുമല്ല എനിക്ക് വന്ന് പറയുന്നത്, എനിക്ക് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ പല കാര്യങ്ങളിൽ തെറ്റ് വരുന്നു, പാളിച്ച വരുന്നു, അറിയാൻ വയ്യാതെ പല തെറ്റുകൾ ചെയ്യുന്നു. അപ്പോൾ അതിനെ തന്നെ നമ്മൾ തന്നെ തിരുത്തിക്കൊള്ളാം. ചെറിയ കാര്യം, ഇതിനൊന്നും ഒരു കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. രാവിലെ 4 മണിക്ക് എണ്ണിക്കണമെന്ന് വെച്ചു, അലാറം അടിച്ചു, പക്ഷേ ഞാൻ എണ്ണിച്ചില്ല. കുറച്ചും കൂടെ സുഖം പിടിച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു, മണി 6 അതുകൊണ്ട് എല്ലാം തകടം മറിഞ്ഞു. അന്നത്തെ പ്ലാനൊക്കെ പോയി. അപ്പോൾ അന്ന് എല്ലാം ടെൻഷനിലായിരുന്നു, വീട്ടിൽ വലിയ ബഹളമായിരുന്നു, ഓഫീസിൽ പോകാൻ ലേറ്റായി, അവിടെയും ഡോസ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്തുവാ? നാളെ അലാറം 4 മണിക്ക് അടിച്ചാൽ മര്യാദയ്ക്ക് എണ്ണിക്കണം. ഈ രാവിലെ നേരം വെളുത്തന്നെ ഉള്ള ടെൻഷൻ വേണ്ട. അപ്പം നാളെ തൊട്ട് അലാറം 4 മണിക്ക് അടിക്കുമ്പോൾ എണ്ണിക്കണം എന്ന് എനിക്കേ ഞാൻ നിർദ്ദേശങ്ങൾ നൽകുക. അതാണ് ഓട്ടോ സജഷൻ. അപ്പം ഇവിടെ 1-2 കാര്യങ്ങൾ എക്സാമ്പിളോട് കൂടിയാണ് പറയുന്നത്. ഒന്നും ഡോക്ടർ ജോസഫ് മർഫിയുടെ കൽപ്പനാശക്തിയിൽ ഉദിച്ചതൊന്നുമല്ല, റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് അദ്ദേഹം ബുക്കിൽ എഴുതിയിരിക്കുന്നത്, എക്സാമ്പിളായിട്ട് ഉദാഹരണങ്ങളായിട്ട് തരുന്നത്. ഇപ്പം ഹൗ ഓട്ടോ സജഷൻ വെച്ചാൽ ആത്മനിർദ്ദേശം. അത് ബാനിഷസ് ഫിയർ എന്ന് വെച്ചാൽ പേടി, ഭയം. ബാനിഷസ് എന്ന് വെച്ചാൽ അതിനെ ഒട്ടുമൊത്തമായിട്ട് മാറ്റുക.
അപ്പം ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ അതായത് ചക്രാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഫിയർ ഒരു കാരണമാണ്. അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വയ്യാത്തതിൻ്റെ ഒരു വലിയ കാരണമാണ് ഫിയർ. ആ ഫിയർ എന്ന് വെച്ചാൽ, ഭയം എന്ന് വെച്ചാൽ ഇരുട്ടിനെ കണ്ട് ഭയം, അല്ലെങ്കിൽ പാമ്പിനെ കണ്ട് ഭയം, അത് മാത്രമല്ല, ഒരുപാട് വേണ്ടാത്ത ഭയങ്ങൾ നമ്മൾ ചേർത്ത് മനസ്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സാരി കെട്ടിയാൽ നാളെ എൻ്റെ ഫ്രണ്ട് എന്ത് വിചാരിക്കും? ഈ കളറ് എൻ്റെ പ്രായത്തിന് കൊള്ളാമോ? ഇത്രയും ഡാർക്ക് റെഡ് ഞാൻ 19 വയസ്സായി, ഇനി ഉടുത്താലോ? ആരെങ്കിലും കളിയാക്കിയാലോ? ഇങ്ങനൊരു ഭയം. അതായത് നല്ല ഒരു മഹാൻ പറഞ്ഞത് ഞാൻ എവിടെയോ വായിച്ചത് ഇപ്പോൾ ഓർമ്മ വരുന്നു, ഈ ക്ഷണം എനിക്ക് ഓർമ്മ വരുന്നു. അതായത് ലോകത്തിലേക്കും ഏറ്റവും വലിയ ഫിയർ, ഭയം എന്ന് പറയുന്നത് മറ്റവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഫിയറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓഷോ ആണോ? ഞാൻ ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ കുറേ ബോർഡുകളിൽ എഴുതിയിടുമല്ലോ, അതിനകത്ത് എഴുതി വെച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. മനുഷ്യർക്ക് ഒരുപാട് പേടികളുണ്ട്. ഇപ്പം വയസ്സാകുമ്പോഴേ ഞാൻ വീഴുവോ എനിക്ക് നടക്കാനേ പേടിയായിരിക്കുന്നു, കിടക്കുന്നു, അപ്പം വീഴും. ഓക്കെ, അതുപോലെ ഒരുപാട് വേണ്ടാത്ത ഭയങ്ങളും ഉണ്ട്. ചിലതിനൊക്കെ നമ്മൾ പേടിച്ചേ പറ്റൂ എന്ന് വെച്ചാലേ, ഇപ്പം ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നു, അപ്പോൾ അതിനെ നമ്മൾ പേടിച്ച് വളരെ ഭക്തിപൂർവം ശ്രദ്ധാപൂർവം നമ്മളതിനെ കൈകാര്യം ചെയ്യണം. ചുമ്മാ നനഞ്ഞ കൈ കൊണ്ട് മിക്സിയിലിട്ടു, അല്ലെങ്കിൽ ഒരു റിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് ഇളക്കി ഷോക്ക് അടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിക്കോഷനാണ് എടുക്കുന്നത്, അതായത് മുൻകരുതലോടുകൂടി ചെയ്യുന്നത്. അപ്പം പല രീതിയിലും പലർക്കും നമ്മളിൽ 95% ഓഫ് ദ ആൾക്കാർക്കും ഭയമുണ്ട്. അത് എന്തിനെക്കുറിച്ച് ഭയം, ഏതിനെക്കുറിച്ച് ഭയം, അത് വേണ്ടിയതാണോ വേണ്ടാത്തതാണോ എന്നുള്ളതൊക്കെ അവനോൻ സ്വയം അനലൈസ് ചെയ്യണം. പക്ഷേ അതിൽ മറ്റവർ നമ്മളെ എന്തോ വിചാരിക്കും, മറ്റവരെന്തോ പറയും. ഞാനിങ്ങനെ പാട്ട് പാടിയാൽ ആരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ നടന്നാൽ എന്ത് വിചാരിക്കും, ഞാൻ രാവിലെ വാക്കിംഗ് പോന്നു, ഞാൻ രാവിലെ ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഇട്ടുകൊണ്ട് വാക്കിംഗ് പോന്നു, ആളുകൾ എന്തോ വിചാരിക്കും. ഇതൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആൾക്കാർ അതിന് റെഡിയാണ് കമൻസ് കൊടുക്കാൻ. അതും ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ മൊത്തം സാരി ഉടുത്ത്, ജോലിക്ക് പോകുന്നവർ സാരി ഉടുത്ത് പിൻ ചെയ്ത് അങ്ങനെ സ്റ്റിഫായിട്ട് വാക്കിംഗ് പോകാനൊക്കെ രാവിലെ മോർണിംഗ് വാക്കിംഗ് പോകണമെങ്കിൽ വാക്കിംഗ് ഷൂസ് വേണം, ട്രാക്ക് സൂട്ട് വേണം, ഒരു ടീഷർട്ടും വേണം തന്നെ. അപ്പോൾ അത് ഇട്ടാലേ നമുക്ക് പേടിയില്ലാതെ എവിടെയും തട്ടി വീഴാതെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. കൈയും വീശി നല്ല ബ്രിസ്കായിട്ട് നടക്കുന്നതിൻ്റെ ഫുൾ പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും. പിന്നെ ഈ വയസ്സിൽ അവൾ ട്രാക്കും സൂട്ട് പോലും. നമ്മൾക്ക് ഭയം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ പറയാൻ കാത്തിരിക്കുക. അതേ സമയത്ത് ഫോറിൻ കൺട്രീസിൽ പോകണം, എന്തിട്ടാലും ശരി അവരതിനെ മൈൻഡേ ആക്കത്തില്ല. അവർ കമൻറ്റ് ചെയ്യത്തില്ല എന്നല്ല, കമൻറ്റ് ചെയ്യുന്ന അളവിനല്ല അവർ പോകത്തില്ല എന്നല്ല, അവർ കാണത്ത് പോലുമില്ല. നീ എങ്ങനത്തെ ടീഷർട്ട് ഇട്ടോ, നീ അത്രയും ഷോർട്ട്സ് ഇടുന്നോ, എന്ത് ഡ്രസ്സ് ഇട്ടാലും ശരി, ഒരുപാട് വൾഗറായിട്ട് ഇട്ടാൽ ആളുകൾ കാണും, മനസ്സിൽ വിചാരിക്കും. പക്ഷേ ഒരുവിധം രാവിലെ പൈജാമ ഇട്ടുകൊണ്ട് നടക്കുന്നോ, ട്രാക്ക് സൂട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നോ, സൽവാർ ഇട്ടുകൊണ്ട് നടക്കുന്നോ, ഇതിലൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ സൊസൈറ്റി തന്നെ നമ്മളെ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് ഒരുപാട് ഫിയറുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിരുന്നാലും ശരി. അപ്പം ഈ ഫിയറിനെ എങ്ങനെ മാറ്റാം? ചിലത് നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് മാറ്റാം, ചിലത് ഈ ഓട്ടോ സജഷനിൽ കൂടെ മാറ്റാം. ഈ ബുദ്ധിപൂർവ്വം ആലോചിച്ച് മാറ്റുന്നതെന്ന് പറയുന്നത് എന്തുവാ? ശരി, മോർണിംഗ് വാക്കിംഗ് പോകുമ്പോൾ സാരി ഉടുത്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഞാൻ ട്രാക്ക് സൂട്ട് തന്നെ ഇടുവാണ്, അല്ലെങ്കിൽ ഒരു പൈജാമ ഇട്ടുകൊണ്ട് പോവുകയാണ്.
അത് ആലോചിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ വേണം നമ്മൾ മറ്റവർ നമ്മളെ എന്ത് വിചാരിക്കും എന്നുള്ള ഫിയറിനെ മാറ്റുക. ഇത് എൻ്റെ സൗകര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം എൻ്റെ തലമുറയിലുള്ളവർക്കാണ് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ. അതേസമയത്ത് ഇപ്പം വരുന്ന കുട്ടികൾക്കും ഇപ്പം വരുന്ന ഒരു 10-25 വയസ്സ് ആളുകൾക്കും ഒരു ഭയവുമില്ല, ഒരു ഇതുമില്ല. അത് കുറച്ച് ഭയമില്ലാതെ രീതി കൂടി വരുന്നോ എന്നാണ് എൻ്റെ ഭയം. ഭയക്കുന്നതിന് ഭയക്കണം. ഇപ്പോൾ സൊസൈറ്റിയിൽ ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ നമ്മൾ പാലിച്ച് തന്നെ പോകണം. ഞാൻ ഫോറിൻ കൺട്രിയിൽ ഇപ്പോൾ 2 മാസം പോയി ചെന്നു, അവിടെ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒരുവിധം വേണ്ടാത്ത കമൻസൊക്കെ നമ്മൾ മറ്റവർക്ക് കൊടുക്കാതിരിക്കുക, മറ്റവരുടെ കമൻസ് നമ്മൾ വാങ്ങിക്കാതിരിക്കുക. അപ്പം അത് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത്. ചിലത് ജന്മനാ നമ്മുടെ ഉള്ളിൽ കുറേ ഭയങ്ങളുണ്ട്. അത് ഈ ജന്മത്തുണ്ടായതല്ല. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. അപ്പം മനസ്സെന്ന് പറയുന്നത്, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് പല ജന്മങ്ങളുടെ രജിസ്റ്റേർഡ് തിങ്സാണ്. അപ്പം കഴിഞ്ഞ ജന്മത്തുള്ള ഭയമായിരിക്കും ഈ ജന്മത്തിൽ തുടരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഭയത്തിനൊക്കെ, അതായത് സബ് കോൺഷ്യസ് ലെവലിലുള്ള ഭയത്തിനെ മാറ്റാൻ ഈ ഓട്ടോ സജഷൻ അല്ലെങ്കിൽ ഹെട്രോ സജഷൻ വളരെ നല്ലതാണ്. ഓട്ടോ എന്ന് വെച്ചാൽ സെൽഫ്, സ്വയം നമുക്ക് നിർദ്ദേശം നൽകുക എന്നുള്ളത്. ഹെട്രോ സജഷൻ, ഹെട്രോ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ്. അങ്ങനെയെന്ന് വെച്ചാൽ മറ്റാൾക്കാർ നമുക്ക് സജഷൻ തരിക. അതൊരു ഹിപ്നോട്ടിക് തെറപ്പിസ്റ്റ് ആയിരിക്കാം, സൈക്കിയാട്രിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടായിരിക്കാം. നമുക്ക് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലുള്ള വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇറ്റ് മീൻസ് സജസ്റ്റിംഗ് സംതിങ് ഡെഫിനറ്റ് ആൻഡ് സ്പെസിഫിക് ടു വൺ സെൽഫ്. അതായത് പൊതുവേ ഉള്ള കാര്യങ്ങളിൽ സ്പെസിഫിക്കായിട്ട് ഓരോ പ്രോബ്ലത്തിനും നമ്മൾ അതിന് സജഷൻ കൊടുത്ത്, നിർദ്ദേശം കൊടുത്ത് നമ്മളുടെ വേണ്ടാത്ത ചിന്തകളെയും വേണ്ടാത്ത പേടികളെയും ഭയങ്ങളെയും മാറ്റുന്നത്. ഓക്കെ, ഇതിന് 2-3 ഉദാഹരണം തന്നിട്ടുണ്ട്. അപ്പം ഈ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭയത്തിനെയും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെയും മാറ്റാൻ വളരെ പ്രയോജനപ്പെടും. 3 എക്സാമ്പിൾ തരുന്നുണ്ട്. അതായത് ഒരു പാട്ടുകാരി ഒരുവിധം നന്നായിട്ട് തന്നെ പാടുന്നവളാണ്. 3 ഓഡിഷനിൽ കൺസിക്യൂട്ടീവായിട്ട്, ഫസ്റ്റ് ഓഡിഷൻ, സെക്കൻഡ് ഓഡിഷൻ, തേർഡ് ഓഡിഷനിൽ ഫെയിലായി. അപ്പോൾ ഫെയിലായപ്പോൾ എന്തുവാ, അത് എന്തുകൊണ്ടാണ് ഫെയിലായെന്ന് വെച്ചാൽ അവളുടെ മനസ്സിലുള്ള ഭയം. ഞാൻ നന്നായിട്ട് പാടത്തില്ലയോ, ഞാൻ പാടുന്നത് ജഡ്ജസിന് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ അവർ വളരെ കുറച്ച് മാർക്ക് ഇടുവോ, ഞാൻ ഫെയിലായി പോവുമോ, ഞാൻ പാടുന്നത് ശരിയല്ലയോ എന്ന് അവർക്ക് അവരുടെ പുറത്തുള്ള ഈ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയത്തില്ലേ, ഈ ഒരു ഇതില്ല, ഉറപ്പില്ല, ഞാൻ നന്നായിട്ട് പാടും, എനിക്കിപ്പോൾ പ്രൈസ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പില്ലാത്തത് മാത്രമല്ല ഭയം. അപ്പം ഈ ഭയം കൊണ്ട് തന്നെയാണ് അവർ 3 പ്രാവശ്യം 3 ഓഡിഷനിൽ കയറി വരാൻ പറ്റാതെ ഫെയിലായിപ്പോയി. അപ്പോൾ ഇനി ഒരു ചാൻസും കൂടെ തരാമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട്, അതായത് ഒരു മുറിയിൽ കയറി കതവടച്ച് അകത്തിരുന്ന് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ബെഡിലിരുന്നുകൊണ്ട് എന്ത് പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഫസ്റ്റ് കാര്യം നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്, അവരെന്തുവാ ചെയ്തേ അതുപോലെ നമുക്കും ചെയ്യാം. ബോഡിയെ റിലാക്സ് ചെയ്യണം, നല്ലപോലെ ബോഡിയെ റിലാക്സ് ചെയ്യണം, നേരെ ചൊവ്വേ കംഫർട്ടബിളായിട്ട് ഇരിക്കണം. ഇരുന്ന് അനങ്ങരുതെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ആടിക്കൊണ്ട് അത് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്നാലേ നമ്മളുടെ മൈൻഡ് കാമാവത്തില്ല. അപ്പം ഫിസിക്കൽ ഇനേർഷ്യ എന്ന് പേര്. ഫിസിക്കൽ ഇനേർഷ്യ എന്ന് വെച്ചാൽ ദേഹം കൊണ്ട് ചുമ്മാതെ ഇങ്ങനെ അനങ്ങാതെ അത് ചെയ്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാതെ വളരെ കാമായിട്ട് ബെഡിൽ വേണമെങ്കിൽ ഇരിക്കാം.
കസേര വേണമെങ്കിൽ ഇരിക്കാം, തറയിൽ വേണമെങ്കിൽ ഇരിക്കാം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാമായിട്ടിരുന്ന് ബോഡിയെ നല്ല റിലാക്സ് ചെയ്യുക. എന്താ വെച്ചാൽ ബോഡി റിലാക്സ് ചെയ്യുമ്പം മൈൻഡും റിലാക്സ് ആകും. അങ്ങനെ നല്ല റിലാക്സ്ഡായിട്ട് സുഖമായിട്ട് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? അവർ പറഞ്ഞത് എന്തുവാന്ന് വെച്ചാൽ ഐ സിങ് ബ്യൂട്ടിഫുള്ളി, അത്രയേ ഉള്ളൂ. ഐ സിങ് ബ്യൂട്ടിഫുള്ളി, ഞാൻ നന്നായിട്ട് പാടുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പാടും, അത്രയേ ഉള്ളൂ. വേറെ എന്നെ ജഡ്ജന്മാർക്ക് ഇഷ്ടപ്പെടണം, അവരെല്ലാം സെലക്ട് ചെയ്യണം, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണം, വേറെ ഒന്നുമില്ല. ഞാൻ നന്നായിട്ട് പാടും, ഐ സിങ് ബ്യൂട്ടിഫുള്ളി. ഇത് ഒരു 10 പ്രാവശ്യം പറയും. അത് എങ്ങനെ പറയും? 10 പ്രാവശ്യമല്ല, നമുക്ക് 100 പ്രാവശ്യം വേണമെങ്കിലും പറയാം. പറയുന്നതല്ല വലിയ കാര്യം. എങ്ങനെ പറയണമെന്ന് വെച്ചാൽ സേ ഇറ്റ് വിത്ത് ഫീലിങ്സ്. ഫീലിങ്സ് എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളീന്ന് വരണം. ഓക്കെ, അതാണ് സേയിങ് ഇറ്റ് വിത്ത് ഫീലിങ്സ്. അങ്ങനെ ഈ ഫീലിങ്സോടുകൂടി പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. ഞാനിങ്ങനെ കുറേ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമല്ലോ. അപ്പം സ്പിരിച്വാലിറ്റി ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ഗ്രാമറുണ്ട്, ഇംഗ്ലീഷുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷുണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, പല കാര്യത്തിനെക്കുറിച്ച് ഞാൻ അവർക്കൊക്കെ ക്ലാസ് എടുക്കും. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു ടീച്ചർ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച കാര്യം നടക്കുന്നില്ല, അതിന് എന്തുമായിരിക്കും കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞത്, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഫീലിങ്സോട് കൂടി പറഞ്ഞോ. ഫീലിങ്സോട് കൂടി പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ ബ്രെഡിൻ്റെ കൂടെ ജാം പുരട്ടുന്ന മാതിരി ഫീലിങ്സിനെ എടുത്ത് പുരട്ടാനൊക്കത്തില്ല, പുരട്ടുന്നതല്ല ഞാൻ പറയുന്നത്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ഐ സിങ് ബ്യൂട്ടിഫുള്ളി, ഞാൻ നന്നായിട്ട് പാടും, ഐ സിങ് ബ്യൂട്ടിഫുള്ളി, ഐ സിങ് ബ്യൂട്ടിഫുള്ളി, ഐ സിങ് ബ്യൂട്ടിഫുള്ളി, ഐ സിങ് ബ്യൂട്ടിഫുള്ളി. വെറുതെ ഈ കാണാപ്പാടം പറഞ്ഞ് ഈ പറയുന്ന പോലെ അല്ല, കുട്ടികൾ പറയുന്ന പോലെയല്ല. ഞാൻ നന്നായിട്ട് പാടും, ഞാൻ നന്നായിട്ടാണ് പാടുന്നത്, എൻ്റെ ശബ്ദം കൊള്ളാം, ഞാൻ എവിടെ പോയാലും എൻ്റെ പാട്ട് ആർക്കും ഇഷ്ടപ്പെടും, ഞാൻ നന്നായിട്ട് പാടുന്നുണ്ട്. ആ ഓരോ വാക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അതാണ് സേയിങ് ഇറ്റ് വിത്ത് ഫീലിങ്സ്. അപ്പോൾ ഞാൻ ആ ടീച്ചർത്തും അതാ ചോദിച്ചത്, നിങ്ങൾ ഫീലിങ്സോട് കൂടി പറഞ്ഞോ അതോ വെറുതെ മെക്കാനിക്കലായിട്ട് 10 പ്രാവശ്യം 100 പ്രാവശ്യം മന്ത്രം പറയുന്ന പോലെ പറഞ്ഞിട്ട് പോയോ എന്ന്. അത് അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ഓരോ സിറ്റിങ്ങിലും ഓരോ പ്രാവശ്യം പറയുമ്പോഴും സേ ഇറ്റ് വിത്ത് ഫീലിങ്സ്. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ലാസ്റ്റ് ചാൻസാണ് അവർക്ക് കൊടുത്തു, അവർ സെലക്റ്റായി. അപ്പം ഇതാണ് ഒരു ഓട്ടോ സജഷൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. ഓക്കെ, അപ്പം എന്തൊക്കെ ചെയ്യണം? ഓട്ടോ സജഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം 4 നേരം ചെയ്യാം, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം മാത്രം ചെയ്താലും മതി. ഉച്ചയ്ക്ക് ഓഫീസിലാണ്, സ്കൂളിലാണ്, വേറെ ജോലിയാണ്, ഫീൽഡ് വർക്കാണ്, എനിക്ക് അവിടെ നിന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല, വേണ്ട. രാവിലെ ഉറങ്ങി എണ്ണിച്ച ഉടനെ, രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പം ഭയങ്കര ടയർഡായിട്ട് ഇപ്പോൾ പോയി ഇപ്പം തലേണയിൽ തല വെച്ചാൽ ഉടനെ ഉറങ്ങുമെന്നുള്ള സ്റ്റേജ് വരെ ജോലി ചെയ്തിട്ട് പോയി ഇരിക്കരുത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പോയി ബെഡൊക്കെ റെഡിയാക്കി ബെഡിൽ തന്നെ ഇരിക്കാം. നല്ല ആദ്യം ബോഡിയെ റിലാക്സ് ചെയ്തിട്ട് 10, 20, 100 പ്രാവശ്യം പറയാം. പക്ഷേ ഒരു പ്രാവശ്യം പറഞ്ഞാലും മതി. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഫീലിങ്സോട് വരുന്ന ഒരു സജഷൻ ആയിരിക്കണം, അങ്ങനത്തെ ഉള്ള ഒരു നിർദ്ദേശം ആയിരിക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിനെ സാധിച്ചു തരും. ഓക്കെ, സോ ഈ പാട്ടുകാരിയുടെ എക്സാമ്പിൾ ഓർക്കുക. 4ാമത്തെ പ്രാവശ്യം എപ്പോഴും 3 ചാൻസാണ്. ഇവർക്ക് എന്തോ തരക്കേടില്ലാതെ പാടുന്നു, പക്ഷേ എന്തോ കുഴപ്പം, അവർക്ക് പേടിയാണ് എന്നുള്ളത് ജഡ്ജസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇനി ഒരു പ്രാവശ്യം കൂടെ വാന്ന്. അപ്പോൾ അതിൽ അവർ സെലക്റ്റായി. ഓക്കെ, അതേപോലെ 2ാമത്തെ ഉദാഹരണം, ഒരു സ്ത്രീക്ക് 75 വയസ്സായ ഒരു സ്ത്രീക്ക് അവർക്ക് ഈ ഓർമ്മക്കുറവ് കൂടി വരുന്നു, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ളപ്പം അവർ ഈ ഓട്ടോ സജഷനെ പ്രയോജനപ്പെടുത്തി ഇരുന്നുകൊണ്ട് എനിക്ക് ഓർമ്മക്കുറവ് വരല്ലേ എന്ന് നെഗറ്റീവായിട്ട് പറയരുത്. ഓക്കെ,
എനിക്കെല്ലാം ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല മെമ്മറി പവറാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എല്ലാമേ ഓർമ്മയുണ്ട്. ഇന്ന് നടന്നതും ഓർമ്മ, അന്ന് നടന്നതും ഓർമ്മ, എൻ്റെ കൊച്ചുനാളിൽ നടന്നതും ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മ നല്ലതാണ്, വളരെ സ്ട്രോങ് ആണ്. നല്ല ഡീപ്പായിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക്. അല്ലാതെ ഓർമ്മക്കുറവ് വരല്ലേ, ഓർമ്മക്കുറവ് കൂടല്ലേ, നെഗറ്റീവായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ പറയാവൂ. അങ്ങനെ പറഞ്ഞിട്ട് ഉടനെ അവിടുന്ന് പിന്നെ വേറെ ഒന്നും ചെയ്ത് അങ്ങനെ കിടന്ന് ഉറങ്ങണം. ഉറങ്ങുമ്പം നമ്മൾ പറഞ്ഞത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. അങ്ങനെ ഡിക്കോക്ഷൻ ഇറങ്ങുന്ന പോലെ അതങ്ങ് ഇറങ്ങും, പെർക്കുലേറ്റ് ആയിട്ട് അകത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുമ്പം സബ് കോൺഷ്യസ് മൈൻഡ് റെഡിയാണ്. പോരാത്തതിന് നിങ്ങൾ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല, തൊന്തരവുകളില്ല. അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ നേരെയാക്കിയെടുക്കും. ശരിയാ, നമുക്ക് ഒരു മെമ്മറി ലോസും ഇല്ല, മെമ്മറി കുറവൊന്നുമില്ല, നല്ലതാണ്, എല്ലാം ഓർക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അതിനെ ശരിയാക്കിയാൽ നമുക്ക് നേരെയാകും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വഴിയാണ് അത്. അപ്പം ഇങ്ങനെ ഓട്ടോ സജഷൻ 3 ആഴ്ച അവർ തുടർന്ന് ചെയ്തു. അവർക്ക് പിന്നെ ഈ മെമ്മറി ലോസിൻ്റെ വ്യത്യാസം മനസ്സിലായി, നല്ലപോലെ ഓർക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഈ മെമ്മറി ലോസ് എന്നുള്ള സിറ്റുവേഷൻ മാറി പഴയ പോലെ എല്ലാമേ ഓർക്കാൻ പറ്റുന്നുണ്ട്. താക്കോൽ ഇവിടെ വെച്ചോ, അല്ലെങ്കിൽ കാറ് പൂട്ടിയോ, ഗ്യാസ് അണച്ചോ, അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗം പൂട്ടിയോ, ലൈറ്റ് അണച്ചോ, ലൈറ്റ് ഇല്ലയോ, ഇങ്ങനത്തെയാണല്ലോ നമുക്ക് എന്നും ഉള്ള സംശയം. കിടന്നേ പിന്നീടായിരിക്കും ഒരു 100 കൂട്ടം സംശയങ്ങൾ വരുന്നത്, ഇല്ലയോ? ഗ്യാസ് അണച്ചോ, സാമ്പാർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലല്ലോ, അത് തുറന്നിട്ടോ, ഇത് അടച്ചു വെച്ചോ, ഇതൊക്കെയാണ്. പക്ഷേ ഇറ്റ് മാറ്റേഴ്സ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ വേണം താനും. അപ്പം ഇങ്ങനെയാണ് ഓട്ടോ സജഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഒരാളിന് ദേഷ്യം, ഭയങ്കര ദേഷ്യം, അയാൾക്ക് തന്നെ അയാളുടെ പുറത്ത് വെറുപ്പാണ്. ഞാൻ എന്തിനിങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നു എല്ലാവരുടെ കൂടെയും, എനിക്കെന്താ ഒരു നല്ല ഒരു സ്വഭാവം ഇല്ലാത്ത എന്ന് അങ്ങേരുടെ നെഗറ്റീവ് പോയിൻ്റ് മനസ്സിലാക്കി. അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ ദേഷ്യം പോകണം, എൻ്റെ ദേഷ്യം വരരുത്, എനിക്ക് ദേഷ്യം ഇനി വരരുത്, അങ്ങനെയല്ല പറയേണ്ടിയേ. നെഗറ്റീവായിട്ട് വരരുത്, ചെയ്യരുത്, ലോസ് ഓഫ് മെമ്മറി കൂടരുത്, അങ്ങനല്ല. അങ്ങേരും ഇതേപോലെ 4 പ്രാവശ്യം ചെയ്തു. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, ബിഫോർ ഗോയിങ് ടു ബെഡ്. ബെഡിലിരുന്നുകൊണ്ട് തന്നെ നിർദ്ദേശം, സജഷൻ, സ്വയം നിർദ്ദേശം തന്നു. ഞാൻ ഇനി എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറും, എപ്പോഴും സന്തോഷമായിട്ടിരിക്കും, ഞാൻ ചിരിച്ച മുഖത്തോടെ എല്ലായിടത്തും സംസാരിക്കത്തുള്ളൂ, ഞാൻ ആരടുത്തും ഒന്നും ദേഷ്യപ്പെടത്തില്ല, ഞാൻ വളരെ സൗമ്യമായിട്ടുള്ള സ്വഭാവമാണ് ഇനി എനിക്ക്. അത്രയും പറഞ്ഞാൽ മതി. അതൊരു 10, 20, 30 പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ ബെഡിൽ കിടന്ന് ഉറങ്ങിയേക്കണം. ഓക്കെ, സോ ഈ 3 ഉദാഹരണങ്ങളാണ് ഡോക്ടർ ജോസഫ് മർഫി ഓട്ടോ സജഷന് തരുന്നത്. പിന്നെ അടുത്തത് ഹെട്രോ സജഷൻ. ഹെട്രോ എന്ന് വെച്ചാൽ മറ്റവർ നമുക്ക് തരുന്ന സജഷൻ. പക്ഷേ ഈ ഹെട്രോ സജഷൻ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ നല്ല മനസ്സോടുകൂടിയല്ല നമ്മളടുത്ത് സജഷൻസ് തരാൻ വരുന്നത്. അപ്പോൾ ആര് എന്തു പറഞ്ഞാലും അതിനെ നമുക്ക് എത്ര ദൂരം അത് ശരിയെന്നുള്ളത് ആരടുത്തു നിന്നാണ് പറയുന്നത്, ഏത് സിറ്റുവേഷനിലാണ് പറയുന്നത്, അതെല്ലാം നമ്മൾ നോക്കി അനലൈസ് ചെയ്യണം. അതിനാണ് കോൺഷ്യസ് മൈൻഡ് വാച്ച്മാനായിട്ട് ഇരിക്കുന്നത്. പക്ഷേ കോൺഷ്യസ് മൈൻഡിന് ഉള്ള ജോലി നമ്മൾ കൊടുക്കണം. ജോലി കൊടുക്കുന്നു എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ സ്വയം ചിന്തിക്കണം. തിങ്കിങ് ആണല്ലോ കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം. ഇയാൾ എപ്പോഴും നെഗറ്റീവാണ്, ഇയാളുടെ സ്വഭാവമേ നെഗറ്റീവാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് നെഗറ്റീവ് കമൻസ് അല്ലേ എന്നെക്കുറിച്ച് പറയത്തുള്ളൂ, നെഗറ്റീവായിട്ടല്ലേ പറയത്തുള്ളൂ. അയ്യോ അങ്ങ് പോകല്ലേ, അത് ശരിയാകത്തില്ല. ചിലർ പറയുന്നതാ, അയ്യോ അവിടെ അങ്ങും പോകരുത്, അതൊന്നും ശരിയേ അല്ല. എന്തിന് നെഗറ്റീവായിട്ട്? പക്ഷേ അയാളുടെ സ്വഭാവം അതാണ്. അപ്പം നെഗറ്റീവായിട്ടേ നമുക്ക് സജഷൻ തരത്തുള്ളൂ. അപ്പം അതുമാത്രമല്ല, നമ്മൾ ജനിച്ചപ്പം തൊട്ട്, അതായത് ഒരു 2-3 വയസ്സ് വരെ ഓക്കെ,
അതിന് പിന്നെ പേരൻസിൻ്റെ അടുത്ത് ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഈറ്റ്, ഡോണ്ട് ടോക്ക്, ഡോണ്ട് സേ, എല്ലാം ഡോണ്ടിലാണ് നമുക്ക് ജീവിതമേ തുടങ്ങി വയ്ക്കുന്നത്. അത് എവിടുന്നാണ്? പേരൻസിൻ്റെ കയ്യിൽ നിന്നാണ് തുടങ്ങുന്നത്. പേരൻസ്, വീട്ടിലുള്ള വലിയവർ, ബാക്കിയുള്ളവർ, റിലേഷൻസ്, പിന്നെ ഫ്രണ്ട്സ്, സ്കൂളിൽ പോയാൽ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അതിന് പിന്നെ വലുതാകുമ്പോൾ സൊസൈറ്റി. അങ്ങനെ നമ്മളെ ചുറ്റിലും നമുക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് സജഷൻസ് തരാൻ ആൾക്കാരാണ് കൂടുതൽ. പോസിറ്റീവ് സജഷൻസ് കുറച്ച് കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. ദൈവം സഹായിച്ച് ഞാനൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കൊച്ചിലേ തൊട്ടേ കംപ്ലയിൻറ്റ്സ്, ഓരോരുത്തരെക്കുറിച്ച് ഇനിയൊരു കംപ്ലയിൻറ്റ്. സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വഴക്കിട്ട രണ്ടുപേരും എൻ്റെ അടുത്താണ് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും, രണ്ടുപേർക്കും ഏറ്റ പോലെ ഏതെങ്കിലും ഞാൻ പറയും. അപ്പം ഇപ്പോഴാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്, അപ്പോഴേ ആ പ്രായത്തിലേ എനിക്കിതൊക്കെ പറയാൻ തോന്നിയല്ലോ എന്ന് ഇപ്പം ഞാൻ ആലോചിച്ച് അതിശയിക്കുന്നു. അതേമാതിരി ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴും ഹോസ്റ്റലിൽ ഇരുന്നപ്പോഴും എപ്പോഴും എയും ബിയും വഴക്കാണ്. എ കുറച്ച് നേരം വന്ന് എൻ്റെ അടുത്ത് ബിയെക്കുറിച്ച് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം ബി വന്ന് എയെക്കുറിച്ച് കംപ്ലൈൻ്റാണ്. അങ്ങനെയൊക്കെ. അപ്പം എങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഹെട്രോ സജഷൻ, എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ടുള്ള സജഷനൊക്കെ ഞാൻ പോസിറ്റീവായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലെങ്കിലും ബൈ നേച്ചർ, ബൈ ഡിഫോൾട്ട് എനിക്ക് മറ്റവർക്ക് എന്ന് പറയുമ്പം, മറ്റവർക്ക് എന്നല്ല ആർക്ക് എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല. അപ്പം നമുക്ക് പല സ്ഥലത്തു നിന്നും വരുന്ന ഈ നെഗറ്റീവ് സജഷൻസിനെല്ലാം മാറ്റി വെച്ചിട്ട് ഓട്ടോ സജഷനിലോട്ട് പോയി നമുക്ക് നല്ല രീതിയിൽ സ്വയം നമുക്ക് എങ്ങനെ നമ്മളെ നന്നാക്കി എടുക്കാമെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ നെഗറ്റീവ് അതിന് ഒരു ഉദാഹരണം പറയുന്നു. ഡോക്ടർ ജോസഫ് മർഫി. അതായത് ഒരു സ്ത്രീയെടുത്ത്, ഒരു കൈ നോക്കുന്ന സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് നോക്കുന്ന, ജാതകം നോക്കുന്ന സ്ത്രീ ആയിരിക്കാം, അസ്ട്രോളജർ ആയിരിക്കാം, ഏതോ ഒരു ലേഡി അടുത്ത് പോയി. ആ സ്ത്രീ പറഞ്ഞെന്ന്, അടുത്ത അമാവാസയ്ക്ക് നീ മരിക്കും എന്ന് പറഞ്ഞെന്ന്. ഇത് തന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഇതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ഇപ്പോഴൊക്കെ പോകുമ്പം അവർക്കത് കാണാൻ പറ്റിയാലും അറിയാൻ പറ്റിയാലും അവർ ഓപ്പണായിട്ട് ഇങ്ങനെയൊന്നും പറയത്തില്ല. ഇങ്ങനെ പറയുന്നതേ വളരെ അപൂർവമാണ്. പക്ഷേ എന്തുകൊണ്ടോ അറിഞ്ഞുകൂടാ, ആ സ്ത്രീ അയാളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, അടുത്ത അമാവാസയ്ക്ക് നീ മരിക്കുമെന്ന്. അങ്ങനെ അതിനെ കംപ്ലീറ്റായിട്ട് വിശ്വസിച്ചു, 100% വിശ്വസിച്ചു. അതുകൊണ്ട് എന്തോ ചെയ്തു, പോയി വില്ല് എഴുതി വെച്ചെന്ന് വെച്ചാൽ അങ്ങേരുടെ സ്വത്ത് ആർക്കാർക്കാ പോകേണ്ടിയേ വരണ്ടിയേ എന്തൊക്കെ ചെയ്യേണ്ടിയേ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയായി, എല്ലാം തയ്യാറായി. എന്നുവെച്ചാൽ അടുത്ത അമാവാസയ്ക്ക് കർത്തവാവിനെ അങ്ങേര് മരിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങേര് അതിനെ 100% ഉൾവാങ്ങി അതിന് വേണ്ടിയ തയ്യാറെടുപ്പൊക്കെ ചെയ്ത് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് അതേപോലെ അടുത്ത അമാവാസയ്ക്ക് അങ്ങേര് മരിച്ചു. അപ്പം ഇതിൽ വിധിയാണോ അല്ലെങ്കിൽ അവർ ചെയ്ത അവർ പറഞ്ഞ സജഷനിൽ സംഭവിച്ചതാണോ? നമ്മൾ ഒരുപാടൊന്നും ഡീപ്പായിട്ട് നോക്കണ്ട. എല്ലാത്തിനും പല കാരണങ്ങൾ ഉണ്ട്. എന്നാലും ഇതിനെ ഡോക്ടർ ജോസഫ് മർഫി തന്നെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ 100% എടുക്കണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ബില്ല് എഴുതി വെച്ചോ, അതൊക്കെ ശരിയാണ്, അതൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ആൾക്കാർ ഇപ്പോഴും ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. 75 വയസ്സായാലും നോമിനി കൊടുക്കത്തില്ല ബാങ്കിൽ. പിന്നെ പിള്ളേർ കിടന്ന് നെട്ടുവട്ടം ഓടണം. ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ, ഇദ്ദേഹത്തിൻ്റെ മോള്, ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ മോനെ. നോമിനി വയ്ക്കാതെ, ഇപ്പോൾ ബാങ്കിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട് നോമിനി വെയ്ന്ന്. അപ്പോൾ എല്ലാത്തിനും അതുമാത്രമല്ല, ചിലപ്പോൾ ആണുങ്ങൾ ഒരുപാട് ബാങ്കിൽ പല അക്കൗണ്ട് വെച്ച് കാണും, പലതിലും പല സ്ഥലത്ത് പൈസ ഇട്ട് വെച്ച് കാണും. ഇതൊന്നും ഭാര്യ എടുത്ത് പറയത്തില്ല. അദ്ദേഹം തന്നെ എല്ലാം കൈകാര്യം ചെയ്യും. ഭാര്യയ്ക്ക് കാശ് കൊടുക്കും, ഭാര്യ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങേര് പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോയാൽ ഭാര്യയ്ക്ക് എവിടെയൊക്കെ അക്കൗണ്ടുണ്ട് എനിക്കറിഞ്ഞൂടാ, അങ്ങേര് ഒന്നും പറഞ്ഞിട്ടില്ല.
75 വയസ്സിലാണ് മരിക്കുന്നത്. അപ്പം പോലും പറയാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അപ്പം ഇതൊക്കെ നമ്മൾ എപ്പോഴുമേ അപ്പം ബില്ല് എഴുതി വെക്കുന്നതോ എനിക്ക് ഇത്ര അക്കൗണ്ട് ഉണ്ട്, എനിക്ക് LIC ഇത്രയും ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതാണ് ഇതാണ്, കാറിന് ഇത്രയും പണം അടയ്ക്കണം, ഇത്രയും ലോണുണ്ട്, അല്ലെങ്കിൽ ഇത്രയും അസറ്റുണ്ട്, ഇതെല്ലാം ആരുടെടുത്തെങ്കിലും ഒരാളുടെ അടുത്ത് ഫാമിലിയിൽ പറഞ്ഞിരിക്കണം. അക്കൗണ്ടെല്ലാം കൊടുത്തിരിക്കണം. ഇമെയിലും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തിരിക്കണം. അപ്പോഴേ മറ്റവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം ബില്ല് എഴുതി വെച്ചതിലൊന്നും കുഴപ്പമില്ല, തെറ്റില്ല. പക്ഷേ ആ വരുന്ന കർത്തവാവിന് ഞാൻ മരിക്കുമെന്നുള്ളത് 100% ഉൾവാങ്ങിയതാണ് തെറ്റ്. ഓക്കെ. അപ്പം ഡോക്ടർ ജോസഫ് മർഫി തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഒരു തോട്ട് ആരോ കൊണ്ടുപോയി ഇട്ടു, അത് ഹെട്രോ സജഷൻ ആണ്. പക്ഷേ അതിന് 100% നിങ്ങൾ ഉൾവാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ മനഃപൂർവ്വം ഉൾവാങ്ങിയാൽ മാത്രമേ അത് ക്രിയേറ്റീവ് മൈൻഡിലോട്ട്, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകത്തുള്ളൂ. അപ്പം കോൺഷ്യസ് മൈൻഡിൽ വെച്ച് വരുന്ന അമാവാസയ്ക്ക് കർത്തവാവിന് ഞാൻ മരിക്കുമോ? ശരി, ഓക്കെ നോക്കാം. അങ്ങനൊന്നുമല്ല. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്കതിനെ മറിച്ച് പറയാം. അതെന്താ, ഞാനിപ്പോൾ നല്ല ആരോഗ്യമായിട്ടാണ് ഇരിക്കുന്നത്, ഇനി ഒരു 10-15 ദിവസത്തിലൊന്നും ഞാൻ മരിക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് പുറമേ മരിക്കട്ടെ, അതിനെന്താ? അങ്ങനത്തെ ഒരു ഇതിൽ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മൾ പോയാൽ നമ്മൾ അന്ന് മരിക്കുന്നതൊന്നും നമ്മളുടെ കയ്യിലല്ല. പക്ഷേ വല്ലവരും പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ജ്യോത്സ്യനെ പോയി കാശ് കൊടുത്ത് വിനയെ കൈകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് അതിനെ ഇട്ട് ചെയ്ത് അതുകൊണ്ട് മരിക്കണമെന്നുള്ള യാതൊരു തലയിലെഴുത്തും നമുക്കാർക്കും ഇല്ല. ഓക്കെ. അപ്പം ഈ നെഗറ്റീവ് ഹെട്രോ സജഷൻ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കത്തില്ല, ഇതൊക്കെ കള്ളമാണ്, അല്ലെങ്കിൽ അങ്ങേരായിട്ട് ഉണ്ടാക്കി പറയുന്ന കഥയാണ്, കെട്ടുകഥയാണെന്ന് ഞാൻ പറയത്തേയില്ല. ഇതൊക്കെ നടക്കും, ഇതൊക്കെ പോസിബിളാണ്. അപ്പം എങ്ങനെ നമ്മൾ മറ്റവരുടെ നിർദ്ദേശങ്ങളെ എടുക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനാണ് ഇതിൽ വേറൊരു വലിയ കോൺസെപ്റ്റുണ്ട്, അതായത് ഫ്രീ വിൽ. ഈ ഫ്രീ വിൽ എന്ന് വെച്ചാൽ എന്തുവാണോ, ഇപ്പോൾ ഒരാൾ പറയുന്നു ഓക്കെ അടുത്ത കർത്തവാവിന് നീ മരിക്കുമെന്ന്, നമുക്കതിനെ എടുക്കാതെയും ഇരിക്കാം. ആ ഒരു ഫ്രീഡം തന്നാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പം നമ്മളതിനെ എടുക്കണ്ട, അതിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ അങ്ങ് ഇരിക്കാം. അല്ലെങ്കിൽ ശരി, എനിക്കും വയസ്സ് ഇത്രയായി, വയസ്സ് 80ആയി, ഇനി എത്ര കാലം, ചിലപ്പം പോയാൽ പോട്ടെ, ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളത് 10 ദിവസത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് മരിക്കാം എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് വിചാരിക്കാം. അല്ലാതെ പേടിച്ച് അയ്യോ ഞാൻ മരിക്കാൻ പോകുന്നു, എന്നാ അമാവാസ എത്ര നേരം തൊട്ടാ അതിനകത്താണ് ഞാൻ മരിക്കാൻ പോകുന്നത്, അങ്ങനൊന്നും വിറച്ച് പേടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോ സജഷൻ, ആത്മനിർദ്ദേശം എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ട് നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ കുറേശ്ശെ വരുന്ന വീഡിയോകളിൽ കാണാം. നന്ദി, നമസ്കാരം.